നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൗൺസിലറായിട്ടുള്ള അനിൽകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. ഏറെ വിവാദമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് സ്വന്തം പാർട്ടിക്ക് എതിരെ തന്നെയാണ് എന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഏറെ വലുതാണ്. ഏകദേശം 6 കോടിയുടെ ബാധ്യത സഹിക്കാനാകുന്നതിൽ അപ്പുറത്തേക്കാണ് ഈ ബാധ്യത തനിക്ക് ഉത്തരവാദിത്തമുള്ളതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടെ പുറത്തു വരികയാണ്. തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലറായിരുന്നു അനിൽകുമാർ. 58-ാം വയസ്സിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. തന്റെ മരണാനന്തര ചടങ്ങിന് വേണ്ടിയിട്ടുള്ള 10,000 രൂപ ആത്മഹത്യ ചെയ്യാൻ സമയത്ത് അവിടെയുള്ള ഓഫീസിന്റെ മേശപ്പുറത്ത് വച്ചതിനു ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പിലും ഈ പണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. ആത്മഹത്യ ചെയ്ത മുറിയിലെ മേശയിലാണ് ഇദ്ദേഹം പണം വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിയോടെയായിരുന്നു തിരുമലയിലുള്ള അദ്ദേഹത്തിന്റെ കൗൺസിലർ ഓഫീസിൽ ജീവനൊടുക്കിയ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. അനിൽകുമാർ ഭാരവാഹിയായിട്ടുള്ള വലിയശാല ഫാം സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ല എന്നുള്ള ആരോപണമാണ് ആത്മഹത്യയിലെ പ്രധാനപ്പെട്ട വരികളുണ്ടായിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ജീവനൊടുക്കിയ സംഭവത്തിൽ നേതൃത്വം സഹായിച്ചില്ല എന്നുള്ള ആരോപണം ബിജെപിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന വിഷയമായിരുന്നു, അല്ലെങ്കിൽ വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിനടക്കം പാർട്ടിക്ക് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരമില്ല എന്നുള്ള സാഹചര്യത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അനിൽകുമാർ പ്രസിഡന്റായിട്ടുള്ള വലിയശാല ഫാം സൊസൈറ്റി അത് ബിജെപിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സൊസൈറ്റിയാണ് എന്നും അന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് പാർട്ടിയെ സമീപിച്ചുവെങ്കിലും ഇത് തന്റെ നേതൃത്വത്തിലുള്ള ഒരു സൊസൈറ്റിയല്ല എന്നും അതുകൊണ്ട് തന്നെ ഇത് തങ്ങൾക്ക് ഇതിലൊരു ഇടപെടൽ നടത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി കൈവിട്ടു എന്നാണ് ഇയാൾ പറയുന്നത്. ഏകദേശം 6 കോടിയിലധികം രൂപ വായ്പ നൽകിയിട്ടുണ്ട് ഈ സൊസൈറ്റി വഴി എന്നാണ് വിവരം. പക്ഷേ പിന്നീട് തിരിച്ചടവ് അത് ആരും നൽകിയില്ല എന്നും പണം തിരികെ നൽകേണ്ടുന്നവരടക്കം കൈയൊഴിഞ്ഞ നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുമാണ് സൂചന. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവിടെ ഇത്തരത്തിൽ തുടരുന്ന സാഹചര്യത്തിലാണ് നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെ നിക്ഷേപകർ പണം തിരികെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണം തിരികെ കൊടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നു. ഇതോടുകൂടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസുകൾ കുന്നുകൂടുകയും കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് ഈ കേസിൽ അനിൽകുമാറിനെ പോലീസ് വിളിച്ചു വരുത്തുകയും ഒക്കെയാണ് ഉണ്ടായത്. ഇതോടെ സാമ്പത്തിക പ്രശ്നത്തിൽ സൊസൈറ്റിയിലെ മറ്റൊരു സഹായം വേണം എന്നുള്ളൊരു അവസ്ഥയാണ് ഉണ്ടായത്. താനും തന്റെ കുടുംബവും യാതൊരു പണവും 1 രൂപ പോലും ഈ ഒരു തുകയിൽ നിന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. 1 രൂപ പോലും എടുക്കാത്ത തന്നെയും തന്റെ കുടുംബത്തെയുമാണ് എല്ലാ കുറ്റവും ചുമത്തുന്ന കാര്യത്തിലേക്ക് തള്ളിവിട്ടത് എന്നും തന്റെ പേരിലാണ് ഈ കുറ്റം മുഴുവൻ നിൽക്കുന്നതെന്നും അതുകൊണ്ട് ഇത് സഹിക്കാനോ അല്ലെങ്കിൽ തീർക്കാനോ പറ്റാത്തത് കൊണ്ട് താൻ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പ്. ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേടും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതിനൊരു വിശദീകരണം അല്ലെങ്കിൽ ന്യായീകരണമായിട്ട് ബിജെപി നേതാവ് വി രാജേഷ് പ്രതികരിച്ചത്. എന്നാൽ വായ്പയെടുത്തവർ തിരിച്ചടയ്ക്കാത്ത ചില പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ ബിജെപി അദ്ദേഹത്തെ കൈവിട്ടു എന്നുള്ള ഒരു പരാമർശത്തെ തുടർന്ന് മാധ്യമങ്ങളടക്കം ബിജെപി സംസ്ഥാന അധ്യക്ഷനോടക്കം ചോദ്യങ്ങൾ ഉന്നയിച്ചു. പക്ഷേ അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് കലിപ്പിൽ അല്ലെങ്കിൽ രോഷാകുലനായിട്ടാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. തിരുമല അനിലിന്റെ മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകരെ, പ്രത്യേകിച്ച് കൈരളിയെ കയ്യേറ്റം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ആത്മഹത്യാ ദിവസം അന്ന് ഇൻക്വസ്റ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന പോലീസ് സംവിധാനങ്ങൾ അടക്കമുള്ള സമയത്ത് മാധ്യമപ്രവർത്തകരെ മുതുകിൽ ചവിട്ടുന്നതടക്കമുള്ള കയ്യേറ്റ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൈരളിയാണെങ്കിൽ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം അർഹിക്കുന്നില്ല, നിങ്ങൾ കള്ളം പ്രചരിപ്പിക്കുന്ന മാധ്യമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈരളിയിലെ മാധ്യമപ്രവർത്തകയെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. നിങ്ങളോട് ആരാണ്
ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ ഏതു ചാനലാണ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ചൂടായത്. മതി, ഇവിടെ അവിടെ തന്നെ ഇരുന്നാൽ മതി, നീ നിന്നാ മതി, നീ ചോദിക്കരുത്, ഞാൻ മറുപടി തരില്ല. ആത്മഹത്യ ചെയ്തത് കൗൺസിലറാണ്, നിങ്ങൾ ഇങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്, ശുദ്ധ നുണയാണ് നിങ്ങൾ പറയുന്നത്, മരിച്ച ആളെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ നാണമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരോട് രാജീവ് ചന്ദ്രശേഖർ ചൂടായത്. എന്നാൽ ഇതിന് BJP നേതാക്കന്മാർ അടക്കം ഉത്തരം പറയേണ്ടുന്ന ഒരു വിഷയമാണ് എന്നൊരു വസ്തുതയാണ് ഇവിടെ ഇവർ മറന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ നൽകാൻ വേണ്ടി അവിടെ എത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. റിപ്പോർട്ടർ TV, മാതൃഭൂമി, 24 ന്യൂസ്, ന്യൂസ് 80 എന്നീ മാധ്യമ സംഘങ്ങളെയൊക്കെ BJP പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് അപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട്. ദേശാഭിമാനി ഫോട്ടോഗ്രാഫറെ അടക്കം കയ്യേറ്റം ചെയ്യുകയും പലരുടെയും ക്യാമറകൾ തല്ലിപ്പൊളിക്കുകയും ചെയ്തു എന്നായിരുന്നു തിരുമലയിൽ നിന്ന് അന്ന് പുറത്തുവന്ന റിപ്പോർട്ട്. തിരുമല കൗൺസിലർ അനിൽ ജീവനൊടുക്കിയ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തുന്ന മാധ്യമപ്രവർത്തകരോട് ഈ രീതിയിലുള്ള BJP പ്രവർത്തകരുടെ പ്രതികരണം അത് വലിയ രീതിയിലൊരു ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് BJPക്ക് ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു കോർപ്പറേഷൻ ആയിരുന്നു. ഇദ്ദേഹത്തെ, അതായത് ആത്മഹത്യ ചെയ്തിട്ടുള്ള അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി BJPക്ക് വേണ്ടി എന്നും ശക്തമായിട്ട് രംഗത്തെത്തുകയും കോർപ്പറേഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഏറ്റവും ധൈര്യത്തോടെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി രംഗത്തെത്തുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ അദ്ദേഹമാണ് ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആത്മഹത്യയിലേക്ക് പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ BJPക്ക് ആകെയുള്ള പ്രതീക്ഷകൾ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടെയാണ്. എന്തായാലും അനിൽകുമാറിന്റെ ഈ ഒരു ആത്മഹത്യ BJP പോലും ഇത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയാണ് എങ്കിൽ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പലർക്കും സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളതിന്റെ അടിസ്ഥാനം കൂടെ പരിശോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, തിരിച്ചടവ് മുടങ്ങുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ തിരിച്ചടവ് പണം നൽകിയ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിലല്ലേ പണം നൽകിയത് എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം തുടരുകയാണ്. പോലീസ് അടക്കം ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അടക്കം പ്രതിഷേധ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്.